UDF പാഞ്ചാലിയെ കൈവിട്ടതെന്തുകൊണ്ട്? കേക്കച്ചന്റെ പ്രതികരണം. പ്രിയമുള്ളവരെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ മിന്നും വിജയത്തിൻ്റെ സകല ക്രെഡിറ്റും ഈ VD സതീശൻ ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ പഴയ ക്ഷീണമെല്ലാം മാറി, രാഹുൽ വിഷയത്തിലുണ്ടായ ആ ക്ഷീണമെല്ലാം മാറി, ആ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി, ഏതാണ്ട് 2 കോടിയോളം റീൽസും ഷോർട്സും ഒക്കെ സോഷ്യൽ മീഡിയയിലേക്ക് പമ്പ് ചെയ്ത് അങ്ങനെ ആ ഇമേജ് ബിൽഡിംഗ് ഒക്കെ നടത്തി ഒന്ന് പിടിച്ചു കയറി വരുമ്പോഴാണ് അടുത്ത വെള്ളിടി പോലെ കൊച്ചിയിലെ ആ വിവാദം ഉടലെടുക്കുന്നത്. കൊച്ചി മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ കേക്കച്ചന്റെ സകല പദ്ധതികളും പൊഴിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ എറണാകുളത്തെ സകല മാധ്യമങ്ങളും തങ്ങളുടെ വാർത്തകളിലൂടെ പ്രഖ്യാപിച്ചിരുന്നു, ഈ UDF പാഞ്ചാലിയായിരിക്കും കൊച്ചിയുടെ നിയുക്ത മേയർ എന്ന്. അന്ന് അതിനെതിരെ ഈ VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. എന്നാൽ ഈ വിവാദത്തിന് ശേഷം അദ്ദേഹം നാളിതുവരെ ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വാ തുറക്കേണ്ട അവസ്ഥ വന്നു. ഇത്രയും ദിവസം ഇദ്ദേഹം മാറി മാറി ഒളിച്ചു നടക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ അദ്ദേഹത്തിന് ഒളിച്ചു നടക്കുവാൻ പറ്റാവുന്ന അവസ്ഥയായിരുന്നില്ല. ഇന്ന് പ്രതികരിക്കേണ്ട അവസ്ഥ വന്നു. ആ പ്രതികരിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ ആ കേക്കച്ചൻ പ്രതികരിച്ചതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് പ്രതികരണം നടത്തിയപ്പോൾ ആ കേക്കച്ചന്റെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ പഴയ ആ നെട്ടൂർ കൂറ സതീശന്റെ ആ ബോഡി ലാംഗ്വേജ് എല്ലാം തിരികെ വന്നു. മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ അസ്വസ്ഥതയൊക്കെ നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ പ്ലാനും പദ്ധതികളും എല്ലാം തകർന്നതിൻ്റെ ആ നിരാശയും ആ വേവലാതിയും എല്ലാം അദ്ദേഹം മറയ്ക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷയിലൂടെ നമുക്കതെല്ലാം വ്യക്തമാവും. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇദ്ദേഹം പറയുന്നു മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല, താൻ ഇടപെട്ടില്ല എന്നാണ് പരാതി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ PR ഏജൻസികളിലൂടെ, ഇദ്ദേഹത്തിന്റെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളിലൂടെ ഇയാൾ അവസാനം വരുത്തി തീർക്കുവാൻ ശ്രമിച്ച ഒരു നറേറ്റീവ് ആയിരുന്നു അത്. VD സതീശൻ ഈ വിഷയത്തിൽ മാറി നിന്നിട്ടില്ല. എടുക്കാൻ വയ്യാത്ത നിലപാടുകളുടെ ആ രാജകുമാരൻ കൊച്ചിയിലെ വിഷയത്തിൽ ഒരു നിലപാടും എടുത്തില്ല അത്രേ. ചുമ്മാ നിർനിമേഷനായി കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു പോലും. ഞാൻ ഇടപെടില്ല, ഇത്തരം വിഷയങ്ങളൊക്കെ കീഴ്ഘടകങ്ങളാണ് നോക്കേണ്ടുന്നത്, എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജയിപ്പിച്ചു കൊടുക്കുകയാണ്, ജയിപ്പിച്ചു കൊടുത്തു, ഇനി ബാക്കി അവരുടെ കാര്യം എന്ന രീതിയിലാണ് ഇയാൾ പ്രസന്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, തുടക്കം മുതൽ തന്നെ ഉയർന്നു കേട്ട പേര് മേയർ എന്ന ആ പദം കേൾക്കുമ്പോൾ തന്നെ എല്ലാ ജനങ്ങൾക്കും ഓർമ്മ വരുത്തക്ക രീതിയിൽ ഈ കേക്കച്ചന്റെ മണി പവറും ഇയാളുടെ ഈ സംഘടനയിലുള്ള ഇദ്ദേഹത്തിന്റെ ആ സ്വാധീന ശക്തിയും അതുപോലെ തന്നെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള ആ PR ക്യാമ്പയിനിലും എല്ലാം പ്രൊജക്റ്റ് ചെയ്യുന്നത് തുടക്കം മുതൽ തന്നെ നമുക്കറിയാം. കൊച്ചി മേയർ ഈ UDF പാഞ്ചാലി ആണ് എന്ന തരത്തിലാണ് പ്രചരണങ്ങൾ നടത്തിയത്. അതെന്തിനായിരുന്നു VD സതീശ? ഇത്രയും നിലപാടുകളുടെ ആശാനായ തനിക്ക് തുടക്കത്തിൽ തന്നെ അതിനെ തടയാമായിരുന്നില്ലേ? അത്തരം കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. കാരണം തിരഞ്ഞെടുപ്പിന് ശേഷം KPCC, അതല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി, അതല്ലെങ്കിൽ ആ പറയുന്ന പർട്ടിക്കുലർ പ്രദേശത്തെ പ്രാദേശിക നേതൃത്വമാണ് ഇപ്രകാരം ഒരു തീരുമാനം അന്നത്തെ ആ സമയത്തെ സാഹചര്യം അനുസരിച്ച് എടുക്കുന്നത്. ഇപ്രകാരം മുൻകൂട്ടി ഒരാളെയും ഉയർത്തി കാണിക്കരുത് എന്ന് ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് പറയുവാനൊന്നും സാധിച്ചില്ല? അന്ന് അതിന് സകല മൗനാനുവാദവും കൊടുത്തു. ആ മാധ്യമങ്ങളുടെ ആ പ്രൊപ്പഗണ്ട ഇദ്ദേഹത്തിന്റെ PR ഏജൻസികളെ കൊണ്ട് തന്നെ ചെയ്യിച്ചിട്ടാണ് VD സതീശൻ ഇപ്രകാരം ഒരു മറുപടി ഇന്ന് പറയുന്നത് എന്നോർക്കണം. അതുകൊണ്ടാണ് അവർക്ക് അത്രയും മോഹഭംഗം വന്നത് എന്ന് ന്യായീകരിക്കുന്നവർ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് VD സതീശൻ ഒരക്ഷരവും പറയാതെ മാറി നിന്നത്? തൻ്റെ ബിനാമിയായ, തൻ്റെ എല്ലാമെല്ലാമായ, തൻ്റെ പങ്കാളിയായ ആ UDF പാഞ്ചാലിയെ ആ പദവിയിൽ പ്രതിഷ്ഠിച്ച് കൊച്ചി നഗരത്തിൻ്റെ ഭരണം തൻ്റെ കയ്യിൽ ഭദ്രമാക്കി തൻ്റെ ബിനാമിയായ ആ പങ്കാളിയെ കൊണ്ട്
മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ആ പദ്ധതി എന്തുകൊണ്ട് പാളി? പലരും പറയുന്നത്, പല മാധ്യമങ്ങളും പലതരത്തിലുള്ള കഥകൾ പടച്ചുവിടുന്നുണ്ട്. അത് എ ഗ്രൂപ്പിന്റെ ശക്തമായ സമ്മർദ്ദം കൊണ്ടാണ്, അത് ഐ ഗ്രൂപ്പ് ഇങ്ങനെ തകർത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. ഒന്നുമല്ല. ഇതിനകത്ത് സംഭവിച്ചത്, ആരാണ് ഈ UDF പാഞ്ചാലി, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, അവർ യഥാർത്ഥത്തിൽ VD സതീശന്റെ ബിനാമിയാണ് എന്നുള്ള ആ വിവരം ആദ്യമായി പുറത്തുവിട്ടത് ITV ന്യൂസ് ആയിരുന്നു. ആ യാഥാർത്ഥ്യം പുറത്തു വന്നതോടെ ഇവിടുത്തെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ, ഈ കേക്കച്ചന്റെ അച്ചാരം പറ്റി നിൽക്കുന്ന ഇവിടുത്തെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ അത് മിണ്ടിയില്ല എങ്കിൽ പോലും അത് ഉഗ്ര സ്ഫോടനശേഷിയുള്ള ഒരു വിവരമാണ്. അത് ചർച്ചയായാൽ മുഖ്യമന്ത്രി കസേര കാംക്ഷിച്ച് മുന്നോട്ട് പോകുന്ന തന്റെ ഇമേജിന് വളരെ കോട്ടം തട്ടും. ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ തനിക്ക് വളരെയേറെ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ കേക്കച്ചൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുന്നത് പോലെ അത്തരം ക്യാമ്പയിനുകളിൽ നിന്നും പിന്മാറി അയാൾ ഒരു അകലം പാലിച്ചു. എനിക്കിവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിൽ അദ്ദേഹം ഒരു നിലപാടുകളുടെ, മുടിഞ്ഞ നിലപാടുകളുടെ ആ രാജകുമാരനായി. എൻ്റെ ഇമേജ്, എൻ്റെ ഫേസ്, എൻ്റെ ഫുൾ ഫിഗർ, അതിനെന്തെങ്കിലും കോട്ടം തട്ടുമോ ഈ വിഷയത്തിൽ എന്ന് പേടിച്ച് അദ്ദേഹം പിന്മാറി. ഈ സമയത്ത് ശരിക്ക് ഇവിടുത്തെ സാമുദായിക ശക്തികൾ അതിനെ മുതലെടുത്തു എന്ന് നാം മനസ്സിലാക്കണം. ഈ സമയം മുതലെടുത്ത് കേക്കച്ചന്റെ അടിപതറി അവൻ ഒരക്ഷരം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അവന് ചെക്ക് വെച്ചു എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ലത്തീൻ കത്തോലിക്ക സഭ അത് ശരിക്ക് നന്നായി മുതലാക്കി. അങ്ങനെയാണ് അവർ, ഇദ്ദേഹം പറയുന്നു, എന്നോടാരും പറഞ്ഞിട്ടില്ല. നമ്മൾ കണ്ടതാണ് ബിഷപ്പ് പറയുന്നത്. അതുപോലെ ഈ സഭയുമായി ബന്ധപ്പെട്ട അൽമായ പ്രമുഖർ ഈ വിഷയം ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഈ തീരുമാനമെടുക്കുന്നതിന്റെ അന്ന് രാത്രി കൃത്യമായി ഈ VD സതീശൻ അടക്കമുള്ള KPCC അധ്യക്ഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് കൃത്യമായി സഭ അന്ത്യശാസനം നൽകിയിരുന്നു. ഇപ്രകാരം ഈ UDF പാഞ്ചാലിയുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ ആ മേയർ തെരഞ്ഞെടുപ്പിന്റെ അന്ന് 26 ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ആ പ്രതിനിധികളെല്ലാം രാജിവെക്കും, അത് ഫേസ് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മുന്നോട്ട് പോവുക എന്ന അന്ത്യശാസനം കൊടുത്തതുകൊണ്ടാണ് ഇപ്രകാരം മിനിമോളിലേക്ക് എത്തിയതെന്ന് മനസ്സിലാക്കുക. ഓർക്കുക, മതമേലധ്യക്ഷന്മാരും മതപ്രമാണിമാരുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു നടന്ന ഈ നിലപാടുകളുടെ, ഈ നാറിയ നിലപാടുകളുടെ ഈ നേതാവ് നിന്ന നിപ്പിൽ മലക്കം മറിയേണ്ടി വന്നു, അതല്ലെങ്കിൽ വാപൂട്ടി നിൽക്കേണ്ടി വന്നു. അങ്ങനെ ആ സാമുദായിക ശക്തികളുടെ അവരുടെ തീരുമാനപ്രകാരം, അവരുടെ ആഗ്രഹപ്രകാരം, അവരുടെ ഡിസിഷൻ പ്രകാരം അങ്ങനെ VK മിനിമോൾ ഇന്ന് മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇത് ഒരക്ഷരം മിണ്ടാതെ തല താത്തി ഇത് നിൽക്കേണ്ടി വന്നത്, അതല്ലെങ്കിൽ ഇതിനെതിരെ വലിയ കോലാഹലം ഉണ്ടാക്കേണ്ടിയിരുന്ന, അല്ലെ ഇതിനെതിരെ വലിയ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിക്കേണ്ടിയിരുന്ന VD സതീശൻ ഒരക്ഷരം പോലും മിണ്ടാതെ വാപൂട്ടി നിൽക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായത് VD സതീശൻ എന്ന് പറയുന്ന ഈ കേക്കച്ചന് ഈ ചെക്ക് വെച്ചത് കൊണ്ടാണ്. ഈ VD സതീശന്റെ ബിനാമിയാണ്, ഇയാളുടെ പങ്കാളിയാണ്, ഇയാൾ ഇവരെ മുന്നിൽ നിർത്തിയാണ് പല നേതാക്കന്മാരെയും തേൻകണിയിൽ പെടുത്തിയത്, പല കാര്യങ്ങളും നേടിയെടുത്തത് എന്ന യാഥാർത്ഥ്യം ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്റെ രാഷ്ട്രീയ ഭാവി ഇയാൾ പ്രഖ്യാപിച്ചതുപോലെ വനവാസത്തിന്, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പോകേണ്ടി വരും എന്ന ആ കാര്യം ഭയന്നാണ് VD സതീശൻ അവിടെ മൗനിയായത്. ഈ അവസരം സഭ മുതലെടുത്തത് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇതാണ് യാഥാർത്ഥ്യമെന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ മനസ്സിലാക്കണം. അതല്ലാതെ ഇവിടെയുള്ള മാപ്രകൾ പറയുന്നത് പോലെ ഇത് എ ഗ്രൂപ്പോ ഐ ഗ്രൂപ്പോ പഴയ സത്തും കൊത്തുമെടുത്ത ഗുണവും മണവും ഇല്ലാത്ത അവിടുത്തെ നേതാക്കന്മാരുടെ ചക്കുളത്തിപ്പോരിന്റെ ഭാഗമോ ഒന്നുമല്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇവരുമായിട്ടുള്ള ഈ ബന്ധം പുറത്തു വന്നാൽ അന്ന് താരകപ്പെണ്ണ് പറഞ്ഞതുപോലല്ല, ഇവർ പറഞ്ഞാൽ അത്താഴം മുടക്കുക മാത്രമല്ല ജീവൻ തന്നെ പോകാൻ സാധ്യതയുണ്ട്. സകലർക്കും തേൻകണി ഒരുക്കിയിരുന്ന ഈ കേക്കച്ചന്റെ കഥയും ഒരു തേൻകണിയാൽ പോകും. ഇവർ ആരെ മുന്നിൽ നിർത്തിയാണോ ഈ പണിയെല്ലാം ചെയ്യിച്ചത് ആ കാര്യം തനിക്കും സംഭവിക്കുമെന്ന് ഭയന്നാണ് ഇത്രയും ദിവസം ഈ കേക്കച്ചൻ എന്ന് പറയുന്നവൻ മാറി നിന്നത് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണം. അതുപോലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വലിയ പ്രതിപക്ഷ നേതാവ്, ഇലക്ഷൻ എഞ്ചിനീയറിംഗ്, എണ്ണയിട്ട യന്ത്രം, ഒലക്ക ഒക്കെ പറഞ്ഞു നടന്നവന്മാർ ഒന്ന് മനസ്സിലാക്കണം, ഇന്ന് കിങ്ങിണിക്കുട്ടനെ കാണാൻ പോലുമില്ല തിരുവനന്തപുരത്ത്. BJPയുടെ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഈ ദിവസം കിങ്ങിണിക്കുട്ടനെ തിരുവനന്തപുരത്ത് പോലും കാണാനില്ല. അതിലും വലിയൊരു നാണംകെട്ട സംഭവം എന്ന് പറയുന്നത് 19 സീറ്റുകളാണ് UDFന്
തിരുവനന്തപുരം നഗരസഭയിൽ ലഭിച്ചത്. അതിൽ മേയർ സ്ഥാനാർത്ഥിയായി ജയിക്കില്ല, ദയനീയമായി പരാജയപ്പെടും, 3-ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പഴയ കാലത്ത് ഒരു അംഗം വെട്ടാൻ പോയി ചാകുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നല്ലോ, മാമാങ്കത്തിൽ ഈ യോദ്ധാക്കൾ വരുന്നത് പടവെട്ടി മുതുകത്ത് വെട്ടുകൊണ്ട് ചാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഇവന്മാർ പടക്കളത്തിൽ ഇറങ്ങുമായിരുന്നു. അങ്ങനെ വെട്ടുകൊണ്ട് ചാകുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു ആചാരം എന്ന പോലെ ഇത് കാലാകാലങ്ങളോളം തുടർന്നു വന്നു. അതുപോലെ 3-ാം സ്ഥാനത്ത് എത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തവണ ബിരിയാടായി കളത്തിലിറക്കിയ ശബരിനാഥനും മത്സരാർത്ഥിയായി നിന്നു. അതൊക്കെ പോട്ടെ, 19 UDF സ്ഥാനാർത്ഥികളിൽ 2 വോട്ട് അസാധുവായി പോയി. ഒരു വോട്ട് പോലും ചെയ്യാൻ അറിയാത്തവന്മാരാണ് UDFന്റെ സ്ഥാനാർത്ഥികൾ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതെല്ലാം പോട്ടെ, തിരുവനന്തപുരം നഗരസഭയിലെ മേയർ ഉൾപ്പെടെയുള്ള സകലർക്കും സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്ത ആ ക്ലീറ്റസ് ആയിരുന്നു ആദ്യ അസാധു ഇട്ടത്. ഒരു ഒപ്പിടാൻ പോലും അറിയാത്ത, ഒരു വോട്ട് ചെയ്യുവാൻ പോലും അറിയാത്ത UDF നേതാക്കൾ, എണ്ണയിട്ട യന്ത്രം, ഇലക്ഷൻ എഞ്ചിനീയറിംഗ്, കേക്കച്ചൻ നയിക്കുന്ന UDF പട, ടീം UDF. ഒന്ന് തലേദിവസം കുമാരി ഇരുത്തി എങ്ങനെയാണ് സ്വന്തം ഒപ്പിടുന്നത് എന്ന് പോലും ഒന്ന് പഠിപ്പിച്ചുവിടുവാനുള്ളൊരു സംവിധാനമില്ലാത്ത ഈ പ്രസ്ഥാനമാണ്, ഈ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്നവനാണ് ഈ പറയുന്ന നാടകങ്ങളെല്ലാം കളിക്കുന്നതെന്ന് യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണം. ഇതൊന്നും പക്ഷേ ഇവിടുത്തെ മാപ്രകൾ മിണ്ടില്ല. കാരണം കേക്കച്ചൻ്റെ, അതുകൊണ്ട് ഇവന്മാർ മിണ്ടില്ല. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണമെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ഒരുത്തനെയും ഭയമില്ലാത്ത മാധ്യമപ്രവർത്തകർ നൽകുന്ന വാർത്തകൾ നിങ്ങൾ കാണണം. അതുപോലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പിണറായിസം ഉണ്ടായത് ഒരൊറ്റ ദിവസം കൊണ്ടായിരുന്നില്ല. പിണറായി വിജയൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായി ഇന്ന് കാണുന്ന ഈ ഏകാധിപതിയായി സകല സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് വന്നത് ഒരു സുപ്രഭാതത്തിലായിരുന്നില്ല. പതിറ്റാണ്ടുകൾ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തന്നെ പിടിച്ചടക്കി അതിൻ്റെ സകല നിയന്ത്രണവും അതിൻ്റെ ചരടുകളും തൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്, അതിലൊരു ചരട് പോലും അയയില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നത്. അതോടുകൂടി കമ്മ്യൂണിസം പിണറായിസത്തിന് വഴിമാറി. അതുപോലെ കഴിഞ്ഞ 25 കൊല്ലം നാം ആരും ശ്രദ്ധിക്കാതെ പോയ ഈ നെട്ടൂരിലെ പഴയ മണിയും ചെയിൻ തട്ടിപ്പുകാരൻ കഴിഞ്ഞ 3-3.5 കൊല്ലമായി ആയുള്ളൂ കേരള രാഷ്ട്രീയത്തിൽ സ്വല്പമെങ്കിലും ശ്രദ്ധിക്കുവാൻ തുടങ്ങിയിട്ട്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 3-3.5 കൊല്ലം അതിനു മുമ്പും ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഈ കുഴിത്തിരുമ്പ് പരിപാടികളും ഈ വെട്ടിനിരത്തലും ഒതുക്കലും ഒക്കെയായി വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഒരു സൈഡ് വാരം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്നു. ഈ രാഹുലിനെ ചൊറിഞ്ഞതോടുകൂടിയാണ് ഈ കേക്കച്ചനെ സാധാരണ ജനങ്ങൾ ശരിക്കും ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ, നിയമസഭയിൽ ഒരു പ്രതിപക്ഷത്ത് ഇങ്ങനൊരു ആൾ ഇരിപ്പുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയത്. കാരണം അതുവരെ പിണറായിയുടെ ഉണ്ണിക്കുട്ടൻ എന്നായിരുന്നു ഇവൻ അറിയപ്പെടുന്നത്. ഉടയാത്ത കതറും ഇട്ട് പിണറായി എറിഞ്ഞു കൊടുക്കുന്ന അമേദ്യവും വാരി തിന്ന് ഏസാർ അടിച്ചുകൊണ്ടിരുന്ന ഗുണവും മണവും ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ്. എന്നാൽ ഇങ്ങനെ ഒരു സാധനമുണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് ഈ രാഹുൽ എന്ന ആ യുവനേതാവിനെ ഇയാൾ തേൻകണിയിൽ പെടുത്തിയതോടുകൂടിയാണ്. അയാളെ പിന്തുടർന്ന് വേട്ടയാടി ഇല്ലാതാക്കുവാൻ ശ്രമിച്ചതോടുകൂടിയാണ്. ആ 25 വർഷവും ഈ കുഴിപ്പുളവൻ, ഓർക്കണം, ഒരു മണി ചെയിൻ തട്ടിപ്പുകാരൻ്റെ പിടിക്കപ്പെടാതെ തട്ടിപ്പ് നടത്തുന്ന ഒരു ഫ്രോഡിൻ്റെ ആ മാനരസത്തോടുകൂടി അദ്ദേഹം കഴിഞ്ഞ 25 കൊല്ലം വളരെ സൈലൻ്റായി പാർട്ടിയിൽ ഇയാൾ വേരുകൾ ഇറക്കുകയായിരുന്നു. അങ്ങനെ പാർട്ടിയെ ഏതാണ്ട് ഇന്നറിയാം. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഈ പ്രസ്ഥാനത്തിലുള്ള സകല മുതിർന്ന ഈ കടൽക്കിഴവന്മാരെയും ഇയാൾ തേൻകണിയിൽപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആ തേൻകണിയിൽപ്പെട്ട എല്ലാവന്മാരും ഇന്ന് മിണ്ടാതെ സതീശന്റെ വാലാട്ടിപ്പട്ടികളായി നിൽക്കുകയാണ്. ഇവന്മാർക്ക് ഉശിരില്ലാത്തത് കൊണ്ടോ ഊരില്ലാത്തത് കൊണ്ടോ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ അല്ല ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗതികേടാണ്. സതീശൻ ഒരുക്കിയ ആ തേൻകണിയിൽപ്പെട്ട ഇവന്മാരെല്ലാം സതീശൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതവനെയും ഇല്ലാതാക്കാമെന്ന ഒരു സന്ദേശം ഈ രാഹുലിനെ ഒരു ബലിയാടാക്കി ഇയാൾ നൽകിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവന്മാർ അനുസരണയുള്ള യജമാന്റെ അടുത്ത് പട്ടി നിൽക്കുന്നത് പോലെ
തലയും താഴ്ത്തി വാലുമാട്ടി നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഈ പിണറായിസത്തിന് ശേഷം ഒരു സതീശനിസം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ എന്ന് ഓരോരുത്തരും വിചിന്തനം ചെയ്യണം. കാരണം ഇദ്ദേഹം ഇങ്ങനെ പാർട്ടിയെ തൻ്റെ വരുതിയിലാക്കി, അതുപോലെ പിണറായി വിജയനുമായിട്ടുള്ള നല്ല വിജയം. കാരണം ഈ കഴിഞ്ഞ 10 കൊല്ലം ഇയാൾ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് എല്ലാ തട്ടിപ്പുകളുടെയും അംശം പറ്റി, അച്ചാരം പറ്റിയിട്ട് ഇദ്ദേഹം ഒരു പദവി വന്നു കഴിഞ്ഞാൽ പിണറായി വിജയനെതിരെ, പിണറായി സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കുവാൻ ഇയാൾക്ക് സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് പിണറായിയും കൂടെ സന്തോഷിക്കും ശരിക്കും സതീശന് ഈ ഒരു അവസരം ലഭിച്ചാൽ. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം മിണ്ടാവ്രതമായിരുന്ന ആ കേക്കച്ചൻ തൻ്റെ പ്രിയപ്പെട്ട പങ്കാളി, തൻ്റെ ബിനാമി UDF പാഞ്ചാലി ആ പദവി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട മാപ്രകളുടെ ആ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടുള്ള ആ ചോദ്യത്തിനാണെങ്കിലും അയാൾ കൊടുത്ത മറുപടി ശ്രദ്ധിക്കുക, അയാളുടെ ബോഡി ലാംഗ്വേജും മാനറിസവും ശ്രദ്ധിക്കുക. അയാൾ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്നാണ് വരുത്താൻ ശ്രമിക്കുന്നതെങ്കിലും ഇയാളുടെ പങ്കാളി ആയതുകൊണ്ടാണ് രാഹുലിനെ കൊടുക്കുവാൻ പോലും, രാഹുലിനെ പുറത്താക്കാൻ പോലും ആ പ്രതികരണവുമായി വന്ന അവരുടെ ആ ഗതികേടുണ്ടാക്കിയത് ഈ കേക്കച്ചനുമായുള്ള ഈ ബന്ധം പുറത്തു വരും എന്നതുകൊണ്ട് മാത്രമാണ് അവർ ബലിയാടായി പോയത് എന്ന യാഥാർത്ഥ്യം മറച്ചുകൊണ്ട് അയാൾ ഒരു പുതിയ നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കാണുക. ഞാൻ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്ന് അല്ല, തുടക്കം മുതൽ തന്നെ ഇടപെട്ട, ആരും ഇതിനെ വെട്ടരുത്, എതിർക്കരുത്, ഇത് എൻ്റെ ആളാണ് എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് വിജയിപ്പിച്ചെടുത്ത അയാളുടെ വ്യക്തിപരവും പാർട്ടിയുടെ സംഘടനാപരവുമായ എല്ലാ കഴിവും അതുപോലെ പണവും ഇറക്കി വിജയിപ്പിച്ചെടുത്ത ആൾക്കാണ് ഈ ദുര്യോഗം വന്നത്. ആ വിഷമം ഉള്ളിൽ വെച്ചാണ് കേക്കച്ചൻ ഇത് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഈ സത്യപ്രതിജ്ഞാ ദിനം ഉടുക്കുവാനായിട്ട് അയാൾ മേടിച്ചു കൊടുത്ത ആ പനിനീർ പുഷ്പത്തിൻ്റെ ഗോൾഡൻ ജെറി കൊണ്ടുണ്ടാക്കിയ 1.25 ലക്ഷം രൂപയുടെ സാരി വെറുതെ ആയിപ്പോയി. എൻ്റെ കേക്കച്ച, ഈ കഥയെല്ലാം ഞങ്ങൾക്കറിയാം. ആ വിഷമമെല്ലാം ഉള്ളിലൊതുക്കി ഈ കേക്കച്ചൻ എന്ന അതുല്യ നടൻ ശരിക്കും KPCC ശരിക്കൊരു നാടക ട്രൂപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ ഇയാളെ അതിൻ്റെ മുഖ്യ നടനായിട്ട് ഉപയോഗിക്കാം. കാരണം ആ വിഷമമൊക്കെ ഉള്ളിലൊതുക്കി ഇതുപോലെ അഭിനയിക്കുവാൻ കഴിവുള്ള ഈ കേക്കച്ചൻ്റെ ആ അഭിനയ സാധ്യത KPCC ഒരു നാടക ട്രൂപ്പ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇനി ഭരണം കിട്ടിയില്ലെങ്കിലും ഈ നാടകം കൊണ്ടെങ്കിലും ജീവിച്ചു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കേക്കച്ചൻ്റെ ആ നാറിയ നിലപാട് വ്യക്തമാക്കുന്ന പ്രതികരണത്തിലേക്ക്. ഞാൻ അറിഞ്ഞത് ഇപ്പൊ മേയറോട് സത്യപ്രതിജ്ഞ ചെയ്തെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല, ഞാനെന്തിനാ മറുപടി പറയണത്? എനിക്കെതിരെ വലിയൊരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇടപെട്ടില്ല എന്നാണ് ആരോപണം. ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം. ഞാനവിടെ ഇലക്ഷൻ ജയിപ്പിക്കുന്നവരെ ഉണ്ടായിരുന്നു, എനിക്ക് ചാർജാണ്. എനിക്കെതിരെയുള്ള ആരോപണം ഞാൻ അതിൻ്റെ അകത്ത് ഇടപെട്ടില്ല എന്നാണ്. ഞാൻ പറഞ്ഞോട്ടെ ഇത്ര ധൃതി എന്താണ്? എനിക്കെതിരായിട്ടുള്ള ആരോപണം ഞാൻ ഇടപെട്ടില്ല എന്നാണ്. ഞാൻ ഇടപെടാൻ പാടില്ല. ഞാനല്ല ഒരാളും ഇടപെടാൻ പാടില്ല അതിൻ്റെ അകത്ത്. അത് അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾക്ക് എന്തെത്ര അസ്വസ്ഥത? ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അതിനകത്ത് ഇടപെടാൻ പാടില്ല, ആരും ഇടപെടാൻ പാടില്ല. ഒരു മുതിർന്ന നേതാക്കളും ആരും ഇടപെടാൻ പാടില്ല. ഒരാളെയും നമ്മുടെ ഇഷ്ടാനുസരണോ ഇഷ്ടക്കേടോ വെച്ചിട്ട് ആകാൻ പാടില്ല. അവിടെ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. അത് തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമാണ് ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിമാരെ മുൻകൂട്ടി പ്രഖ്യാപിച്ചത്. ഞങ്ങൾ കണ്ണൂർ പ്രഖ്യാപിച്ചില്ല. കോഴിക്കോട് എന്തെങ്കിലും പ്രഖ്യാപിച്ചെങ്കിൽ അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കാൻ വോട്ടേഴ്സ് പേര് വന്നില്ല. തൃശ്ശൂർ പ്രഖ്യാപിച്ചില്ല. എറണാകുളത്ത് പ്രഖ്യാപിച്ചില്ല മുൻകൂട്ടി. കൊല്ലത്തും അതുപോലെ തിരുവനന്തപുരത്തുമാണ് പ്രഖ്യാപിച്ചത്. മനസ്സിലായില്ലേ? മുൻകൂട്ടി പ്രഖ്യാപിച്ചില്ല. ആ മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത സ്ഥലങ്ങളിൽ KPCCയുടെ സർക്കുലറിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാ സ്ഥലത്തും അത് ബാധകമാണ്. എനിക്ക് അത് ചുമതല എന്നത് പറവൂരാണ്. MLA എന്നുള്ള നിലയിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവ് KP ധനപാലനും ഞാനും അവിടെ ആ ജില്ലയിൽ ആ നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള DCC ഭാരവാഹികളും ഞങ്ങളെല്ലാവരും ഇരുന്നുകൊണ്ടാണ്. അതിൽ ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥി വന്ന സ്ഥലത്ത് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് എൻ്റെ നിയോജകമണ്ഡലത്തിലടക്കം കേരളത്തിലെ എല്ലായിടത്തും അത് ചെയ്യുന്നത്. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. ഇവിടെ കോർപ്പറേഷനിൽ VD സതീശൻ ഇറങ്ങി ഞാൻ പ്രതിപക്ഷ നേതാവാണ്, എൻ്റെ ജില്ലയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മേയർ ഇന്നയാളാക്കണം എന്ന് എനിക്ക് പറയാൻ പാടില്ല. ഞാൻ ഇടപെടാൻ പാടില്ല അതിൻ്റെ അകത്ത്. ആ പ്രൊസീജിയറിൽ അല്ല അല്ല ഓരോരുത്തർ ഞാൻ പറയട്ടെ, ഒന്നിൽ കൂടുതൽ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? എല്ലാ സാധനങ്ങളും ഒന്നിൽ കൂടുതൽ ആഗ്രഹിക്കില്ലേ? ഇപ്പം തിരുവനന്തപുരത്ത് BJP ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? അതിലൊരാളെ സെലക്ട് ചെയ്തു.
അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. 2010 KPCCയുടെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു N. വേണുഗോപാൽ. അന്ന് ഒരു നിയോജകമണ്ഡലം തലത്തിലെ നേതാവായിരുന്നു ടോണി ചെമ്മണി. പക്ഷെ ആ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ N. വേണുഗോപാലിനല്ല വോട്ട് കിട്ടിയത്, ടോണി ചെമ്മണിക്കാണ് കിട്ടിയത്. ഇന്ന് അപ്പോൾ സൗമിനി ജെയിനോട് 5 കൊല്ലം മേയറായതാ. നിങ്ങൾ എന്താണ് ഈ പറയണത്? ഏത് സമുദായത്തിന്റെ ആരാടരുത് ഒരു സഭയും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. എന്നോട് പറയണമല്ലോ, ഞാൻ ഈ ജില്ലക്കാരനല്ലേ, ഞാനിവിടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ DCC പ്രസിഡന്റിനോട് പറഞ്ഞിട്ടില്ല, ഒരു സഭയും പറഞ്ഞില്ല. ഏതെങ്കിലും ഒരാളാവുമ്പോൾ അത് ആ സഭയുടെ ഏതെങ്കിലും ഒരാളാവണ്ടേ, അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവില്ലേ. ഇപ്പോൾ സൗമിനി ജെയിനോട് 5 കൊല്ലം മേയറായിരുന്നല്ലോ, 5 കൊല്ലം മേയറായിരുന്നല്ലോ, അതിനുശേഷം അത് മറന്നുപോയാ? ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്, മനസ്സിലായില്ലേ? ആ നടപടിക്രമങ്ങൾ എന്തെങ്കിലും തെറ്റെന്ന ആർക്കെങ്കിലും പരാതി പറഞ്ഞാൽ KPCC പരിശോധിക്കും. എനിക്കൊരു റോളില്ല, ഞാൻ ഇടപെടാൻ പാടില്ല. ഞാൻ ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ആക്ഷേപം. ഞാൻ ഇടപെടാൻ പാടില്ലാത്ത ആളാണ്. അതൊക്കെ ഞാൻ ഇവിടെ ആകാത്തവരെന്നൊക്കെ പറയുന്നു, അതൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ കാണുന്ന കാലം മുതൽ പാർട്ടിയിലുള്ള ആളാണ് ഡോക്ടർ നിജി ജസ്. അവർ ഗൈനക്കോളജിസ്റ്റാണ്. ഒരു സമയത്ത് പ്രൊഫഷൻ വരെ കളഞ്ഞ് പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരാളാണ്. അവർ കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർക്കായിരിക്കും, അവരുടെ പേരായിരിക്കും എല്ലാവരും പറഞ്ഞത്. മുകളിൽ നിന്ന് ആരെയും കെട്ടിയിറക്കാൻ പാടില്ല. അതാണ് കോൺഗ്രസിന്റെ പ്രൊസീജിയർ. അത് ആ സർക്കുലർ വായിച്ചാൽ വളരെ വ്യക്തമാവും. ആ സർക്കുലർ അനുസരിച്ചിട്ട് എവിടെ നടക്കില്ല. ആ സർക്കുലർ ലംഘിച്ച് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഇടപെട്ട് അത് കറക്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. അതെ, നിങ്ങൾ ഞങ്ങളുടെ പുറകെ നടക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ തന്നെ ആദ്യത്തെ ഈ KPCCയുടെ, ഞാനൊരു ദിവസം ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, KPCCയുടെ ഈ പ്രൊസീജിയർ അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളിവിടെ മേയറെ തീരുമാനിച്ചു. കൊച്ചിയിൽ പല മേയർമാരും തീരുമാനിച്ചു, നിങ്ങളെല്ലാവരും കൂടി. അത് നിങ്ങൾ തീരുമാനിച്ച മേയറെ ഞങ്ങൾക്ക് ആക്കാൻ പറ്റുമോ? നിങ്ങൾ എത്രയും KPCCയുടെ പ്രൊസീജിയർ പുറത്തു വരുന്നതിന് മുമ്പ് ഞാനൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ദയവ് ഇത് ഞങ്ങളുടെ മേയറെ തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് തരണം. നിങ്ങൾ എത്ര പേരെ മേയർമാരായി തീരുമാനിച്ചു? ഓരോ മാധ്യമങ്ങളും ഓരോരുത്തരെ തീരുമാനിച്ചു. ഈ 3 പേരുടെ പേര് നിങ്ങൾ മാറി മാറി പറഞ്ഞു, ഓരോരുത്തരുടെ പേര്. ഒരാളല്ലേ ആവാൻ പറ്റുള്ളൂ, 3 പേരെയും കൂടെ ആക്കാൻ പറ്റുമോ? അതെ, ഉറപ്പായിട്ട് വേണം. ഗൗരവത്തോടു കൂടി വേണം. ഉറപ്പായിട്ട് വേണം. തിരുവനന്തപുരത്തെ BJPയുടെ സ്ഥാനാർത്ഥി VV രാജേഷിനെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആശംസ അറിയിച്ചിട്ടുണ്ട്. പ്രതികരണം തെരഞ്ഞെടുക്കുന്നതിന് മുമ്പാ തീരുമാനമാകുന്നതിന് മുമ്പ് VV രാജേഷിന് മുഖ്യമന്ത്രി ആശംസ അറിയിച്ചു? എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോൾ താങ്കൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഒരു കാരണവശാലും സംഭവിക്കും. ഞങ്ങൾ കൃത്യമായ ഡയറക്ഷൻ UDF യോഗം കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാനന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ബന്ധവും പാടില്ല. അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ആരെങ്കിലും ജയിച്ചു വന്നാൽ അപ്പം രാജിവെച്ചേക്കാം. അതാണ് നിർദ്ദേശം പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു ജനവിധി അട്ടിമറിക്കുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ പാർട്ടി മുന്നണിയാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ബന്ധവും പാടില്ല. ഇല്ല, അല്ല, UDFന് പുറത്തു നിന്നുള്ള പിന്തുണ ഉണ്ടാവും. അല്ല, BJP, CPM, SDPI തുടങ്ങിയ പാർട്ടികളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് കൃത്യമായി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ ആരുടെയെങ്കിലും പിന്തുണയിൽ ജയിച്ചു വന്നവർ അപ്പം രാജിവെച്ചോളൂ. അത് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം UDF. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.